ഹലോ ഗൈസ്, അപ്പം മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ സീരീസിന്റെ തേർഡ് പാർട്ടാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അഫർമേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി തേർഡ് പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഡെയിലി വിഷൻ ബോർഡ് കാണുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിലൊരു പാർട്ടായ RS എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾസ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ വിഷൻ ബോർഡിലെ ഒരു ഗോളാണ് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഗോള് നമ്മൾ രാവിലെ വിഷ്വലൈസ് ചെയ്തു, അഫർമേഷൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മനസ്സിലോട്ട് ഇത് ഫോക്കസ് ചെയ്തു. അപ്പോൾ RS എന്ന് പറയുന്ന ബ്രെയിൻ്റെ പാർട്ട് ഇത് ഫോക്കസ് ചെയ്ത് വെക്കും. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഫോക്കസ് ചെയ്ത് വെക്കും. അതിനുശേഷം നിങ്ങൾ വീടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാ ബിസിനസ്സുകളും നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. ഒരു പക്ഷേ നിങ്ങൾ ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ചായക്കടക്കാരനോട് നിങ്ങളിങ്ങനെ അന്വേഷിക്കുക, എത്ര എക്സ്പെൻസ് ഉണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഗോളായി ഈ ബിസിനസ്സും അഫർമേഷനിലൂടെ നമ്മുടെ മൈൻഡിൽ ഈ സാധനം ഫോക്കസ് ചെയ്യുകയും ചെയ്താൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ഇന്നോവേറ്റീവ് ബിസിനസ് ഐഡിയാസ് നമുക്ക് വരും. പുതിയ ബിസിനസ് ഐഡിയ സ്ട്രാറ്റജീസ് നമ്മുടെ മനസ്സിലോട്ട് വരും. അങ്ങനെ നമ്മൾ പോകുന്ന വഴികളിലൂടെ ഒക്കെ ബിസിനസിനെ കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു പാത്വേ നമ്മുടെ ബ്രെയിൻ തന്നെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓൾറെഡി അഫർമേഷനിൽ ഈ നടക്കും എന്നുള്ള രീതിക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി. അതോടുകൂടി തന്നെ നമ്മൾ ഇതിലോട്ടുള്ള ഒരു പാത്വേ നമ്മൾ ഓരോ ദിവസം അങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു വലിയ ചാൻസ് കൂടി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ 3 സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ അങ്ങനെ അത് ഡെഡിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട്, എഫേർട്ട് റെഡി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓബ്വിയസ്ലി നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ ഡ്രീംസ് എന്തായാലും അച്ചീവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി മാനിഫെസ്റ്റേഷൻ.